നമ്മളൊരു പുതിയ ചാപ്റ്റർ ആരംഭിക്കുന്നു. അല്ലാതെ പൊതുവെ കളി കാണാനിരിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും കാണേണ്ട കളികൾ. നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള കോളത്തി കഴിഞ്ഞു. ഇനി എങ്ങനാ കാര്യങ്ങളൊക്കെ? 1 ജൂൺ 14 പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 AM നടക്കുന്ന ബ്രസീൽ വേഴ്സസ് മൊറോക്കോ മത്സരം. എന്താ കൈമൾ സാർ? ഒന്നുമില്ല, കൊറേ കാലായാലോ കണ്ടിട്ട്, ഒന്ന് ഷെയ്ക്കൻഡ് എന്ന് പോവാന്ന് വരും. ഹലോ, ആർക്കറിഞ്ഞൂടെ എന്നെ കൊണ്ട് കൂട്ടിയാ കൂടൂലെന്ന്. അതെ, ഇത്രയും കാലം കരയിലിരുന്ന് വാചകടിച്ചില്ലേ, ഇനി മേലനങ്ങി ചെയ്യേ. അസലായിണ്ടാ, അസലായിണ്ട്. നിന്റെ പ്ലാൻ എങ്കിലും ഒന്ന് സൊല്ലടാ. പ്ലാനിംഗ് ഒന്നും വേണ്ട. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇതാണ് വഴി. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, അത്ര തന്നെ. ജൂൺ 15 പുലർച്ചെ 1:30 AM നെതർലൻഡ്സും ജപ്പാനും തമ്മിലൊരു കളിയുണ്ട്. ഓ, ആ എംബോക്കിനെ ഇപ്പൊ തന്നെ കെട്ടിയെടുത്താ. അവനോട് ഇങ്ങോട്ട് വരാൻ പറ, അവനെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. കാണിക്കേണ്ടവരെ കാണിച്ചാ മതി. അണ്ണൻ വരാതിരുന്ന പിന്നെ എങ്ങനെ ശരിയാവും? അവിടെ ഉത്സവത്തിന് തല്ലുണ്ടാക്കാൻ പിന്നെ ആരാ ഉള്ളത്? ഇപ്രാവശ്യം അച്ചുവേട്ടനാ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ്. ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ദൈവന്മാരെ എനിക്കിഷ്ടമാണ്. അതെ, ഒരു യാത്രയപ്പ് ചടങ്ങൊക്കെ കഴിഞ്ഞ് സർവീസിൽ നിന്ന് പിരിയണമെന്ന് ആഗ്രഹമുണ്ട്. തഞ്ചത്തിൽ നിന്ന് പൂച്ചക്കുഞ്ഞിനെ എടുക്കുന്ന പോലെ ചെവി തൂക്കിയെടുത്ത് പുറത്ത് കളഞ്ഞാ മതി. ഇല്ലേലേ ചിലപ്പോ മോള് പുറത്താവും. ഇനി അത് പറ്റില്ല. നിങ്ങൾ എന്നോടൊപ്പം ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും ഈ യുദ്ധത്തിൽ. നോ, ധർമ്മയുദ്ധത്തിൽ. അതെ, നമ്മളെല്ലാവരും ശശിയോടൊപ്പം ഉണ്ടാവും. ജൂൺ 16 പുലർച്ചെ 12:30 നമ്മൾ മിസ് ചെയ്യേണ്ടാത്ത അടുത്ത കളി. അത് തീർച്ചയായിട്ടും ബെൽജിയവും ഈജിപ്തും തമ്മിലുള്ള കളിയാണ്. അവിടെ എല്ലാവരും എന്നെ ബഹുമാന സൂചനാർത്ഥം അൽ കമലാസൻ എന്നാണ് വിളിക്കാറ്. ഈ അൽപ്പൻ എന്നുള്ളതിന്റെ അല്ലാണോ? നിങ്ങളുടെ പേരിൽ തന്നെ ഉണ്ടല്ലോ ജയം. പേരില് മാത്രമേ ഉള്ളൂ, ജീവിതത്തിലൊന്നുമില്ല. അതെ, തോൽവി ജയത്തിന്റെ മുന്നോടിയാ. ഏതായാലും നീ വലിയ സാഹസം കാണിക്കല്ലേ. കണ്ടു നിൽക്കുന്നവർക്ക് ഒരു ഹരായിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. സാക്ഷാൽ സക്കീർ ഹുസൈനും അവന്റെ പിടിച്ചുവെപ്പുകാരൻ ഹമീദും അടക്കം ഇവിടെയുള്ള സകലതിനെയും തൂത്ത് പെറുക്കിട്ടേ പോവൂ. ഈ ജോസഫ് നമ്മളെ കൊന്നല്ലേ മണികണ്ഠൻ ചേട്ടാ, ഞാനില്ലേ കൂടെ. ഓക്കെ. ജൂൺ 17 പുലർച്ചെ 12:30 നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുതാത്തൊരു കളിയുണ്ട്. ഫ്രാൻസ് വേഴ്സസ് സെനഗൽ. നിങ്ങളുടെ ഭ്രാന്ത് മാറിയതല്ലേ? അതെന്ത് വേണോ എന്ന് വിളിച്ചു. എന്താ നിന്റെ ഉദ്ദേശം? 500 മക്കൾക്ക് അങ്ങനെ പല ഉദ്ദേശങ്ങളും ഉണ്ടാവും. അതൊന്നും കണ്ട തെണ്ടികളെടുത്ത് പറയേണ്ട കാര്യമില്ല. അതല്ല, കുടുംബ വൈരാഗ്യം വെച്ച് പകരം തീർക്കാനാണ് ഉദ്ദേശമെങ്കിൽ എന്തേട്ടോ ഉണ്ടോക്കി കാണിക്കരുത്. ഇല്ലേട്ടോ. ക്ലിക്കായാൽ നിങ്ങളുടെ തലവരെയേ മാറും. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പിള്ളേര് ഫാൻസാന്നും പറഞ്ഞിട്ട്. പിള്ളേര് മാത്രമല്ല, ഞങ്ങളും ഫ്രാൻസാ. ഫ്രാൻസോ? ആരാധകരെ. ജൂൺ 18 പുലർച്ചെ 1:30 അടുത്ത കളി. ഇത് യൂറോപ്യൻ വമ്പന്മാരുടെ കളിയാണ്. ജൂൺ 18 പുലർച്ചെ 1:30 ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. വാവ്. രാജേന്ദ്ര, അവനെ വിളിക്കണ്ട, എനിക്ക് നിങ്ങളോടാ സംസാരിക്കണ്ട. ഫുള്ള് സർപ്രൈസ് ആണ്, ഒന്നും നോക്കണ്ട. സർപ്രൈസ് പിന്നല്ല, ഞെട്ടിക്ക് നമ്മൾ. അടിപൊളി. ഒന്നും സൂക്ഷിച്ചോണേ മാഷേ, ഒന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ഒരു കണ്ണ് വേണം. ജൂൺ 22 അടുത്ത കളി. ജൂൺ 22 രാത്രി 10:30 അർജന്റീന ഓസ്ട്രിയയുമായിട്ട് കളിക്കുന്നു. ഒരു പക്ഷേ ഈ ഗ്രൂപ്പ് ഗോപാലകൃഷ്ണ, നാടകത്തിൽ മാത്രമല്ല ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ വില്ലനായിരിക്കും. അപ്പൊ അതിനൊരു തീരുമാനമായി. കർത്താവേ. പിന്നെ ജൂൺ 26 പുലർച്ചെ 1:30 കളി. അത് ജർമ്മനിയും ഇക്വഡോറും തമ്മിലാണ്. ജീവിതം ഒരു സമാധാനവും. ഞാൻ പോകുന്നു. വയസ്സാം കാലത്ത് വല്ലാത്ത കഴപ്പാണല്ലേ, തീർത്തു തരാം. നിന്നെ ഞാൻ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്റെ മോളെ. ജൂൺ 27 പുലർച്ചെ 12:30 ഇന്ന് 2 സ്ട്രൈക്കർമാരുടെ പോരാട്ടം. ഫ്രാൻസ് വേഴ്സസ് നോർവേ. മറക്കാതിരുന്ന് കാണേണ്ട കളി. എന്താ നിന്നെ ആര് വിളിച്ചേ? ശല്യം. പക്ഷെ ആ കഷ്ടപ്പാടും അധ്വാനവും കുറച്ച് കൂടുതലല്ലേ എന്നൊരു സംശയം. എനിക്ക് തിരിച്ചു വരണം. തിരിച്ചു ചെല്ലണമെന്ന് പല തവണ ആഗ്രഹിച്ചതാ. പക്ഷെ മനസ്സ് നിറയെ വാശിയായിരുന്നു. ഈ ഒരുപാട് ബാധ്യതകളുണ്ട്, അതെല്ലാം തീർക്കണം. സ്വപ്നങ്ങൾ ഒരുപാടുണ്ടോ. നമ്മളിപ്പോ കാണാൻ വരുന്ന ആള് വലിയ കാശാരനാ. നീ ഇച്ചിരി ബഹുമാനത്തിലൊക്കെ നിക്കണേ. വലിയ കാശുകാരനെ കൂടുതൽ ബഹുമാനിക്കുന്ന ശരി, എല്ലാരും ഒരുപോലെ ബഹുമാനിച്ചൂടെ. ദിവസം പുലർച്ചെ 5:30 AM സ്പെയിൻ ഉറുഗ്വായുമായിട്ട് കളിക്കുന്നു. വാവ് വാവ്. സെക്സി. ഏതാടാ അവൻ? അവൻ ഏതാന്നാ ചോദിച്ചത്? ഒരു കടം ബാക്കിയുണ്ടല്ലോ. പടങ്ങളെ ബാക്കി വെച്ചേക്കരുത്, പെരുവും വേഗം തീർത്തോ. അടിക്കടി നേർക്കുനേർ, അതാണ് ജിമ്മി സ്റ്റൈൽ. നീ തന്നെ എവിടെ കൊണ്ടുപോവാടാ മെനെ കെട്ടവനെ? 28 പുലർച്ചെ 5 മണിക്ക് കൊളംബിയയും പോർച്ചുഗലും തമ്മിലുള്ള കളി. എന്നാ ശല്ലേ, അടിച്ചു പൊളിക്കും.
എന്ത് പാർട്ടി മടുത്തു. ഇങ്ങോട്ട് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായി ജീവിതത്തിൽ ഒരു വിഷനും ഒരു ലക്ഷ്യമില്ലാത്ത ഞാനൊക്കെ വെറും സീറോ ആണെന്ന്. നീ എന്റെ കാര്യം ആലോചിച്ചാൽ മതി. വേൾഡ് കപ്പ് കഴിഞ്ഞ് നാട്ടിലെത്തി തന്നെ 12 ഗോൾ അടിച്ചതിന്റെ പേരിൽ വെടിവെച്ച് വന്നു. എന്റെ തെറ്റ് തിരുത്തി എന്റെ രാജ്യത്തിന് വേണ്ടി ഒരു കളി കളിക്കാൻ പോലുള്ള അവസരം അവരെനിക്ക് തന്നില്ല. പിന്നെ സോ ഈ 10 കളികൾ ഗ്രൂപ്പ് സ്റ്റേജിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഉപദേശിക്കുകയല്ല, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞിട്ട് മതി നമ്മുടെ സന്തോഷം എന്ന് വിചാരിച്ച പിന്നെ അതിനെ സമയം കണ്ടെത്തുന്നു. നീ ഉറങ്ങിയില്ല അല്ലേ? പകൽ ഉറങ്ങാതിരുന്നതുകൊണ്ട് ഉറക്കം വരുന്നില്ല. ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടും. യുവർ സ്ലീപ്ലെസ് നൈറ്റ്സ് ആർ കമ്മിങ്.